പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, UDF എന്ന രീതിയിലല്ല, കോൺഗ്രസ് എന്ന നിലയിൽ തന്നെ അവരൊരു പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള പ്രചരണമാണ് മാധ്യമങ്ങൾ അതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിൽ നടത്തിയിട്ടുള്ള അവരുടെ പരിപാടി, കോൺഗ്രസ്സുകാർ അതിന് കൊടുത്ത പേര് സമരാഗ്നി എന്നാണ്. അപ്പോൾ സമരാഗ്നിയുടെ ഭാഗമായിട്ട് സാധാരണ ജാഥ ലീഡർമാരെല്ലാം ഇതേവരെ കണ്ടത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രമുഖ നേതാവായിരിക്കും. പക്ഷേ കോൺഗ്രസ്സുകാരെ സമരാഗ്നി വന്നപ്പോൾ അത് KPCC പ്രസിഡന്റ് മാത്രം പോരാ, പ്രതിപക്ഷ നേതാവ് കൂടി വേണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരട്ട നേതൃത്വത്തെ തീരുമാനിച്ചത്. അവർ തമ്മിൽ ആദ്യം മുതൽ അവസാനം വരെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച പരസ്യപ്പെട്ട കാര്യങ്ങൾ, പച്ച തെറി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനോട് കോൺഗ്രസിന് തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം കേരളം മാത്രമല്ല, ലോകം മുഴുവനുള്ള മലയാളികൾ അവരുടെ തന്നെ ഭാഷയിൽ, പദാവലിയിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. എന്ന് പറയുന്നത് ഒരു ജനതയുടെ സാംസ്കാരിക അവബോധവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അതിൻ്റെ ഭാഷ അടയാളപ്പെടുത്തുന്ന രീതി. സുധാകരൻ അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. നിരവധി പ്രാവശ്യം സാംസ്കാരിക ശൂന്യമായ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയെല്ലാം പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആവേശമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിനെ തന്നെ പച്ച തെറി പറയുന്ന സാഹചര്യം വന്നത് സത്യം പറഞ്ഞാൽ സമരാഗ്നിയിൽ വെള്ളമൊഴിച്ചതുപോലെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രചരണപരമായ കാര്യങ്ങളിൽ വലിയ പിന്നോട്ടടി അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പരിപാടി അവരാഗ്രഹിക്കുന്നത് പോലെ വിജയിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല, അത് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാവുന്ന സ്ഥിതിയേക്കാളും മോശപ്പെട്ട അവസ്ഥയാണ് നടത്തിയപ്പോൾ വന്നു ചേർന്നത് എന്ന് അവർ തന്നെ ഇപ്പോഴും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയ ജീവിതത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പുലർത്തേണ്ടുന്ന മാന്യതയും മര്യാദയും പുലർത്താനാവുന്നില്ല അവർക്ക് എന്ന് തന്നെയാണ് അവരിൽ കൂടി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴ് KPCC പ്രസിഡന്റിനെ തന്നെ ഒതുക്കി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമം തന്നെ നടക്കുന്നു എന്നാണ് വാർത്താമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ അതിജാഗ്രതയോടെ, ആവേശത്തോടെ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ആവേശം കേരളത്തിൽ ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 നിയോജക മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ, ഭരണതന്ത്രങ്ങളിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം ഏറ്റവും സജീവമായിട്ട് അതിന് നേതൃനിരയിൽ തന്നെ പ്രവർത്തിച്ച സഖാക്കളും നേതാക്കളുമാണ് പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാതൊരു തർക്കവും പ്രശ്നവും ഇല്ലാതെ വളരെ ഫലപ്രദമായി കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്റർ, കണ്ണൂർ സഖാവ് MV ജയരാജൻ, വടകര KK ശൈല ടീച്ചർ, വയനാട് ആനി രാജ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V വസീഫ്,
പൊന്നാനി KS ഹംസ, തൃശൂർ VS സുനിൽകുമാർ, ആലത്തൂർ K രാധാകൃഷ്ണൻ, പാലക്കാട് A വിജയരാഘവൻ, ചാലക്കുടി C രവീന്ദ്രനാഥ്, എറണാകുളം KJ ഷൈൻ ടീച്ചർ, ഇടുക്കി ജോയിസ് ജോർജ്, കോട്ടയം തോമസ് ചാഴിക്കാടൻ, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട തോമസ് ഐസക്, കൊല്ലം മുകേഷ്, മാവേലിക്കര CA അരുൺകുമാർ, ആറ്റിങ്ങൽ V ജോയി, തിരുവനന്തപുരം പന്ന്യൻ രവീന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംഘടനാ രംഗത്ത്, രാഷ്ട്രീയ മേഖലയിൽ, ഭരണമേഖലയിൽ ഒക്കെ തന്നെ വളരെ ഫലപ്രദമായിട്ട് തെളിവ് ജനങ്ങളുടെ മുമ്പിൽ തന്നെ തെളിവായിട്ട് അവരുടെ പ്രവർത്തനത്തെ കാണാൻ സാധിക്കുന്ന നേതൃനിരയാണ് യഥാർത്ഥത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഈ 20 നേതാക്കൾക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, അതിൻ്റെ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരാകെ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇത്ര ആവേശകരമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായ ഒരവസ്ഥ ഇതിന് മുമ്പ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളും എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ പാർട്ടിക്കെതിരായി, ഗവൺമെൻറ്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി അപവാദ പ്രചരണങ്ങൾ അതിൻ്റെ ആവനാഴിയിലുള്ള മുഴുവൻ അസ്ത്രവും ഉപയോഗിച്ച് കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ 23 ഉപതെരഞ്ഞെടുപ്പുകൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന ഒഴിവായിരുന്നു. ആ കോർപ്പറേഷനിൽ വെള്ളാർ വാർഡിൽ BJPയിൽ നിന്ന് ഉജ്ജ്വലമായ വിജയത്തിലൂടെ LDF ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കാണിക്കുന്നത്. ഇതുൾപ്പെടെ തിരുവനന്തപുരം ജില്ലയിലെ 2 BJP സിറ്റിംഗ് സീറ്റുകൾ LDF പിടിച്ചെടുക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 5 സീറ്റ് മാത്രമുണ്ടായിരുന്ന LDFന് ഈ 23 സീറ്റിൽ UDFൻ്റെയും BJPയുടെയും നല്ല രീതിയിലുള്ള വിജയം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5 സീറ്റ് 10 സീറ്റാക്കി ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ചുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ജനങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ തുറന്നു കാണിച്ചുകൊണ്ടും കേരളത്തിൻ്റെ വികസന പ്രക്രിയയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത ജനങ്ങൾക്ക് ശരിയായ ദിശാബോധത്തോടെ കാട്ടിക്കൊടുത്തുകൊണ്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ കരുത്തിനെയും നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ഉയരത്തിലേക്ക് എത്തിക്കാൻ ഫലപ്രദമായ ശ്രമം വേണ്ട സന്ദർഭത്തിൽ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല വിജയം, പ്രത്യേകിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ നേടാനായത് എന്നുള്ളത് എന്ത് പ്രചരണം നടത്തിയാലും, എത്ര കള്ളപ്രചാരവേല നടത്തിയാലും ആ കള്ളപ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളത് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.